നമുക്ക് വയനാട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ ഡാൻ കുര്യനുണ്ട്. ഡാൻ കുറച്ച് ദിവസമായി വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഡാൻ, വയനാട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ പ്രത്യേകത മല്ലികാർജുൻ ഖാർഗെ അവിടെ പ്രചരണത്തിന് എത്തുന്നു എന്നതാണ്. രാഹുൽ വരുന്നില്ല, അത് ശ്രദ്ധേയമാണ്. അതുകൂടി ശ്രദ്ധിക്കണം. രാഹുൽ ഈ അവസാന ദിവസങ്ങളിൽ പ്രചരണത്തിന് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ മാറ്റിവെക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണം പറയുന്നത്. പകരം വരുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, മല്ലികാർജുൻ ഖാർഗെ CPM നേതാക്കളടക്കം നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുമോ? ഒന്ന്. രണ്ട്, രാഹുലിൻ്റെ ഈ സന്ദർശന പരിപാടി മാറ്റിവെച്ചത് ഇനിയൊരു വിവാദത്തിന് വേണ്ട എന്നൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ? അത്തരം നീക്കങ്ങൾ ഈ വയനാട് രാഷ്ട്രീയത്തിൽ പ്രകടമാണോ ഡാൻ? സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഈ വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രിയും CPMും നടത്തുന്ന അതിരൂക്ഷമായ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾക്ക് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ മല്ലികാർജുന ഖാർഗെ മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയാണ് എങ്കിൽ അത് മുഖ്യമന്ത്രിക്കെതിരായ കടന്നാക്രമണത്തിന് മല്ലികാർജുന ഖാർഗെ മുതിരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം വരും. നാളെ അദ്ദേഹം തലസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അതിനു മുന്നോടിയായാണ് ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വൈകുന്നേരം 4 മണിക്ക് സുൽത്താൻ ബത്തേരിയിലെ പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിലേക്ക് വരുന്നില്ല പ്രചാരണത്തിന് എന്ന വാർത്ത വലിയ തരത്തിൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്കൊക്കെ പ്രചരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അവിടെ നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ ആരോഗ്യ കാരണങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അതിനപ്പുറത്തേക്ക് അതിന് പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണം അത് BJPയും ഇടത് കേന്ദ്രങ്ങളുമൊക്കെ വ്യാപകമായി കോൺഗ്രസിനെതിരെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ മുതൽ സംജാതമായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നു തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ഖാർഗെ തയ്യാറായേക്കും. അദ്ദേഹം അതിന് നിർബന്ധിതനാകുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നമുക്ക് വളരെ റിയലിസ്റ്റിക്കായി നിഷ്പക്ഷരായ വോട്ടർമാരുടെ അഭിപ്രായം അടക്കമെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിക്ക് 2019 ലഭിച്ച 4,30,000 എന്ന ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള ഒരു പൊതു വിലയിരുത്തൽ ഉയരുന്നുണ്ട്. അതിന് പ്രാദേശികമായ പല കാരണങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ എല്ലാ തലത്തിലും നടത്താൻ MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഗോത്ര മേഖലകൾ, അതോടൊപ്പം തന്നെ കർഷകർ, തികച്ചും കർഷകരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമീണ മേഖലകൾ, ഇവിടെയൊക്കെ BJPയുടെയും CPMന്റെയും CPIയുടെയും ഒക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന തരത്തിലാണ് എന്നതാണ് ശ്രദ്ധ. ഇന്നലെ ആനി രാജയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആനി രാജ എടുത്തു പറഞ്ഞ കാര്യം, ഈ വന്യജീവി ആക്രമണങ്ങൾ അടക്കം തുടർക്കഥയായിട്ടും അവിടെ കൃത്യമായി ഇടപെടൽ നടത്തി ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോകുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാജയമെന്നാണ്. അങ്ങനെ കൃത്യമായി രാഹുൽ ഗാന്ധിക്കെതിരായ വ്യക്തിപരമായ വിമർശനങ്ങളിൽ BJPയും ഇടത് കേന്ദ്രങ്ങളും വ്യാപകമായ പ്രചാരണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് എന്ത് തരത്തിലുള്ള ഒരു സ്വാധീനം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയും, ആ ഭൂരിപക്ഷം കോൺഗ്രസ് അവകാശപ്പെടുന്ന പോലെ 5 ലക്ഷത്തിലേക്ക് ഉയർത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധി നാളെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രിയങ്കയും പ്രചാരണത്തിന്റെ ഭാഗമായി എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അവസാനമായി പ്രചാരണത്തിന് എത്തുന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ തന്നെയായിരിക്കും. സജിത്.